എവിടെ? കറക്റ്റ് ആയിട്ട് പറ, ഒച്ചത്തി പറ, കേൾക്കുന്നില്ല. ഏത് ലുലു? കോട്ടയവാ എറണാകുളോ? ഓക്കേ. കൈയുടെ പറ, കൈയുടെ പറ, കൈയുടെ പറ. രണ്ടു വട്ടം ഒടിഞ്ഞ് ആ ദിവസം തന്നെയാണ് ഒടിഞ്ഞത്. ഇതും ആ ദിവസം ആ കൈ തന്നെ ഒടിഞ്ഞു. വേദന ഉണ്ടോ? ചെറിയൊരു വേദന അത്രേ ഉള്ളല്ലേ. നമ്മൾ സ്കൂളിലെ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ലുലു മാളിൽ പോകാൻ പോണേ. അപ്പം എന്തൊക്കെയാ വാങ്ങിക്കുന്നതെന്നൊക്കെ നമ്മൾ കാണിച്ചു തരാം അല്ലേ? പിന്നെ വേണമെങ്കിൽ ചങ്ങനാശ്ശേരി ടച്ച് ചെയ്ത് പോകുന്നോണ്ട് വീട്ടിൽ കയറണമെന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. കണ്ടോ, കുഞ്ഞാവെ കാണാൻ വേണ്ടിട്ടാണ്. എല്ലാം വാങ്ങിക്കുന്നുണ്ട്. അപ്പൊ ഇനി വാങ്ങിക്കുന്ന വീഡിയോ കാണിക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളിതേ കോട്ടയം എത്തി. ലുലു മാളിലേക്ക് നേരെ പോകുമായിരുന്നു കേട്ടോ. ചങ്ങനാശ്ശേരിയിലൊന്നും കയറിയില്ല. തിരിച്ചു പോകുമ്പം ടൈം ഉണ്ടെങ്കിൽ കയറാമെന്ന് വിചാരിച്ചു. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം തന്നെ ഓൾമോസ്റ്റ് 7 o'clock ആയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ കയറാൻ നിന്നില്ല. പിന്നെ ഒരുപാട് ലേറ്റ് ആവുമല്ലോ, അതുകൊണ്ട്. അപ്പം ഇവിടെ എന്താ ഓഫർ എന്നൊന്നും നമുക്കറിയില്ല. എന്തായാലും ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ലുലു മാളിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. കയറി ചെല്ലുമ്പം തന്നെ അവിടെ ലുലുവിൻ്റെ ഒരു റീഡേഴ്സ് ഫെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ ബുക്സ്, നല്ല ബുക്സൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് ഒന്നിങ്ങനെ ഓടിച്ച് കയറി നോക്കിയിട്ടേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ നേരെ തന്നെ ഹൈപ്പർ മാർക്കറ്റിലോട്ടങ്ങ് കയറുമായിരുന്നു കേട്ടോ. കാരണം ടൈമില്ല. അപ്പം അത്യാവശ്യം വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. ആദ്യം തന്നെ അതൊക്കെ അങ്ങ് വാങ്ങിച്ചു. പിന്നെ സ്കൂളൊക്കെ തുറക്കുമല്ലേ, കുറച്ച് ചോക്ലേറ്റ്, പിന്നെ ബിസ്ക്കറ്റ് ഐറ്റംസ്, അങ്ങനത്തെ ബേക്കറി സ്നാക്സ്, അങ്ങനത്തെയൊക്കെ സാധനങ്ങളൊക്കെ കുറച്ച് നോക്കി. അങ്ങനെ നേരെ വന്നത് ബാക്ക് ടു സ്കൂൾ അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അടിപൊളിയായിരുന്നു കേട്ടോ. നല്ലൊരു ബസ്സിൻ്റെ ഷേപ്പിലായിരുന്നു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് സാധനങ്ങൾ, കളേഴ്സ് അങ്ങനത്തെ ഒന്നും നോക്കിയില്ല. നമുക്ക് മെയിനായിട്ട് വേണ്ടത് ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ലഞ്ച് ബാഗ് അങ്ങനത്തെ സാധനമൊക്കെ ഇവിടെ നിന്നായിരുന്നു വാങ്ങിയത്. ഇവിടെയല്ല, നമ്മുടെ എറണാകുളം ലുലു മാളിൽ നിന്ന്. അപ്പം നല്ലതായിട്ട് ലാസ്റ്റ് ചെയ്തായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുന്ന് തന്നെ വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. മെയിനായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഈ ലഞ്ച് ബോക്സ്, പിന്നെ അതുപോലെ തന്നെ സ്നാക്സ്, പിന്നെ ബുക്സ്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ മാത്രം അത്യാവശ്യം വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. വാട്ടർ ബോട്ടിലൊക്കെ അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ വാട്ടർ ബോട്ടിൽ തൽക്കാലം നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. എടുത്തിട്ടിട്ടുണ്ട്. ലാസ്റ്റ് പ്രൈസ് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഐമാക്ക് മാത്രം ഒരു ലഞ്ച് ബോക്സ് എടുത്തു. അയാന് പറ്റിയതൊന്നും അങ്ങനെ കണ്ടില്ല. അതുകൊണ്ട് അവനും അങ്ങനെ നോക്കിയില്ല. പിന്നെ കുറച്ച് പാത്രമൊക്കെ വാങ്ങണമായിരുന്നു. അതൊക്കെ കുറച്ച് നോക്കി. സ്പൂൺസ്, പിന്നെ സോസ് പാൻ, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ നോക്കി. പിന്നെ അത്യാവശ്യമായിട്ട് വേണ്ടത് ലഞ്ച് ബാഗായിരുന്നു, അത് നോക്കി. അങ്ങനെ നേരെ നമ്മൾ ഇറച്ചിയൊക്കെ മേടിക്കുന്ന അവിടെ എത്തി. കുറച്ച് ബീഫും ചിക്കനും മീനൊക്കെ വാങ്ങി. പിന്നെന്താ, ബ്രെഡ് ഐറ്റംസൊക്കെ നോക്കി. പിന്നെ കുറച്ച് മെയിനായിട്ട് ഇവിടെ വന്നാൽ ഞാൻ ഇത് വാങ്ങിക്കാതെ ഇവിടുന്ന് പോകത്തില്ല. കുറച്ച് സാലഡും പിന്നെ ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വാങ്ങി. പിന്നെ ലുലു റീഡേഴ്സിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു, വീഡിയോസ് എടുത്ത്. പിന്നെ കാർ എടുത്തുകൊണ്ട് വന്ന് നമ്മുടെ സാധനമൊക്കെ കയറ്റാനായിട്ട് നിന്നപ്പോഴാണ് ഇവിടെ ഒരാൾ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അയിമാക്ക് അതിൻ്റെ കൂടെ ഇരുന്നൊരു ഫോട്ടോ എടുക്കണമെന്ന് പേടിയാണ്, എന്നാലും ഫോട്ടോ എടുക്കണമെന്ന് അതൊക്കെ എടുത്തു. പിന്നെ നേരെ വന്ന് നമ്മളിത് ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ഗ്രിൽ ആൻഡ് ടോപ്പോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ് കടയുടെ പേര്. കൊള്ളായിരുന്നു. മന്തിയായിരുന്നു ഓർഡർ ചെയ്തത് കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഇപ്പൊ വണ്ടി അടിക്കാൻ പോയേ കുഴഞ്ഞല്ലേ അപ്പൊ ഇനിയിപ്പോ ഞങ്ങള് വീട്ടിലോട്ട് പോവാണേ. ഇന്ന് അൺബോക്സിംഗ് ഒന്നുമില്ല. എന്ത് അൺബോക്സ് ചെയ്യാനാ? ബോക്സ്, പെൻസിൽ സാധനങ്ങളൊക്കെ വാങ്ങിച്ച്, എല്ലാ സാധനങ്ങളും വാങ്ങിച്ച്. ഓക്കെ, നാളെ ഇടാം. അൺബോക്സ് ചെയ്യുന്ന വീഡിയോ നാളെ എടുക്കാം. ഓക്കെ,
നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള അടുത്തുള്ള